ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാർക്ക് വേണം അഡ്മിഷൻ കിട്ടാമെന്നായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന സെൻറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സോ പൊളിറ്റിക്സോ ഏത് വിഷയം ആയിക്കോട്ടെ, നമ്മൾ എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ ഒരു 50 അല്ലെങ്കിൽ ഒരു 100 അത്ര പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കി ഇത്ര പേരേ ഉള്ളൂ, അപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആലോചിക്കേണ്ടത് ആ സെൻറ്റർ മാത്രമല്ല ഉള്ളത്. എറണാകുളമുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരമുണ്ട്. വേറെ സെൻറ്റർ ഉണ്ടോ? ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്ററാണുണ്ട്. ഞാൻ കാര്യമായിട്ട് ക്യാമ്പസ് തന്നെയാണ് എക്സാം എഴുതുന്നത്. തിരുവനന്തപുരം എക്സാം സെൻറ്റർ വെച്ചവർക്ക് എല്ലാവർക്കും കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാര്യമായിട്ടും തന്നെയാണ് അഡ്മിഷൻ സെൻറ്റർ കിട്ടുക. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ SFI ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും, KSU ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും. അവരൊരുപാട് പേര് ഹെൽപ്പ് ചെയ്യും. ഞാൻ താഴെ KSU ഹെൽപ്പ് ഡെസ്കിൻ്റെയും SFI ഹെൽപ്പ് ഡെസ്കിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാവേ. പിന്നെ എക്സാംസിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പോൾ എക്സാം എഴുതിയിട്ട് ഏറ്റവും ടോപ്പ് മാർക്ക് എത്രയാണോ, ഇപ്പോൾ 100-ലായിരിക്കും എക്സാം മാർക്ക്. ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ 97 ആണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ കുട്ടി കഴിഞ്ഞിട്ട് അടുത്ത കുട്ടി എന്ന് പറയുന്നത് മാർക്ക് കിട്ടിയത് 82 അത്രയായിക്കോട്ടെ. അപ്പോൾ ആ കുട്ടിയായിരിക്കും സെക്കൻഡ്. തേർഡ് എന്ന് പറഞ്ഞാൽ 70 ആണെന്നുണ്ടെങ്കിൽ 70 ആയിരിക്കും. പക്ഷെ ഇങ്ങനെയെല്ലാം എന്നുണ്ടെങ്കിൽ ചെറിയ പോയിൻ്റാണ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് മാർക്ക് ഉണ്ടല്ലോ നമുക്ക്. ചെറിയ പോയിൻ്റാണ് മാർക്ക് വ്യത്യാസം. അതായത് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് 97, സെക്കൻഡ് കിട്ടിയ കുട്ടിക്ക് 92 അല്ലെങ്കിൽ 97.2 അല്ലെങ്കിൽ 97.5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ 30 ആണ് മാക്സിമം കൗണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റിൽ പല കൗണ്ടാണ്. അപ്പോൾ അത് ബേസിലായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. ആദ്യത്തെ 10 പേർക്ക് എന്തായാലും അഡ്മിഷൻ ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റിസർവേഷൻ കാറ്റഗറി വരും. അതായത് SC/ST വരും, EW വരും, അതേപോലെ OBC വരും. അങ്ങനെ റിസർവേഷൻ കാറ്റഗറീസ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് വേണമെന്ന് വെച്ചിട്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. എത്ര മാർക്ക് മേടിക്കാൻ പറ്റുമോ അത്രയും മേടിക്കുക. ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും കിട്ടും. പിന്നെ അതേപോലെ SC/ST കാറ്റഗറി, അതേപോലെ റിസർവേഷൻ കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ SC/ST കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്ക് എന്തായാലും കിട്ടും. ഒന്നാമത്തെ ആൾക്ക് എന്തായാലും കിട്ടും, രണ്ടാമത്തെ ആൾക്കും മിക്കവാറും കിട്ടും. ഇനി 1ഉം 2ഉം ആൾ വന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞ് ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മെമ്മോ വരും. മെമ്മോ വന്നു കഴിഞ്ഞാൽ എന്തായാലും വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. കിട്ടുമോ കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നേ ഉള്ള ആൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാം, വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടാം. അവരവിടെ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, അപ്പോൾ അവർ വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും. ഓക്കെ, പിന്നെ എന്താ, ഹോസ്റ്റലിനെ പറ്റിയിട്ട് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു. ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൻ്റെ ഫീസ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഹോസ്റ്റലിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ പെർ ഡേ അനുസരിച്ചിട്ടാണ്. അതായത് നമുക്ക് ഒരു മാസത്തിൽ ഇപ്പോൾ 3 ലീവ് നമുക്ക് അടുപ്പിച്ച് ലീവ് എടുക്കാം, അതേപോലെ 6 ലീവ് എടുക്കാം. അപ്പോൾ ഈ 6 ലീവ് ഒഴിച്ചിട്ടുള്ള ബാക്കി മെസ്സിൻ്റെ ബില്ല് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു 10-15 ദിവസം ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ഫീസ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. മാക്സിമം 6 ദിവസം അത്രേ പറ്റത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ലെറ്റർ കൊടുക്കണം, എന്തെങ്കിലും എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കൊടുത്ത് അവിടുന്ന് പെർമിഷൻ മേടിച്ചിട്ട് അവിടുത്തെ HOD അപ്രൂവ് ചെയ്തിട്ട് ഹോസ്റ്റലിൽ ലീവ് കൊടുക്കണം. ഇത്ര ദിവസത്തെ ചാർജ് ഇല്ലേ, മീൻസ് ഫീസ്, അത് ഇളവ് കൊടുക്കണം എന്ന രീതിയിൽ HOD ലെറ്റർ തരും. അത് നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലീവ് അവിടുത്തെ പരിഗണിക്കും. അല്ലെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ലീവ് എടുക്കണതും അതേപോലെ 6 ദിവസം അടുപ്പിച്ച് ലീവ് എടുക്കുന്നത്, ഇത് മാത്രമേ അവിടെ പരിഗണിക്കുള്ളൂ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ നിൽക്കുന്ന സമയത്ത് ചില ദിവസങ്ങൾ അതായത് മന്ത്ലി റേറ്റ് മാറും. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം 82 ആണെന്ന് വയ്ക്കാം, പ്ലസ് സർവീസ് ചാർജും ഉണ്ടാവും. അപ്പോൾ 82 വെച്ചിട്ട് 82 ഇൻറ്റു എത്ര ദിവസം അവിടെ നിന്നു അത് പ്ലസ് സർവീസ് ചാർജ്, അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു ഇത് മറന്നുപോയി. അങ്ങനെയാണ്. അങ്ങനെ ആ റേറ്റാണ് നമ്മൾ
ഫീസായിട്ട് നമ്മൾ ഹോസ്റ്റലിൽ അടയ്ക്കേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ 82 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ മാർച്ചിൽ വരുമ്പോൾ ചിലപ്പോൾ 82 ആവണമെന്നില്ല, ചിലപ്പോൾ അവിടെ 90 ആവാം. അതായത് സാധനങ്ങളുടെ നമ്മൾ ഫുഡ് ഐറ്റംസിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നതിനനുസരിച്ച്, ഗ്യാസിൻ്റെ ഷോർട്ടേജ് അനുസരിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, മെസ്സിൻ്റെ ബില്ല് കൂടാം കുറയാം. ഓക്കെ, അങ്ങനെയാണ് അവിടെ റേറ്റ് വരുന്നത്. മാക്സിമം ഒരു മാസം 2500 അല്ലെങ്കിൽ 3000 അത്രേ വരുള്ളൂ. ചിലപ്പോൾ 3000-നെക്കാട്ടി മേലെ ആവാം, പറയാൻ പറ്റില്ല. മാക്സിമം 3500, അതിൽ കൂടുതൽ ഹോസ്റ്റൽ റെൻറ്റ് വരത്തില്ല. പിന്നെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടത്തില്ല. നമുക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിനും അലോട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പുറത്ത് പ്രൈവറ്റ് ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കണം. പ്രൈവറ്റ് ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടും ക്യാമ്പസ് ഇതിന് മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ, വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ കാര്യമായിട്ടും ക്യാമ്പസിൻ്റെ വീഡിയോ, ക്യാമ്പസ് ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ടൂർ പാർട്ട് 1, പാർട്ട് 2 ആൻഡ് നോർത്ത് ക്യാമ്പസിൻ്റെ ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ എന്താ കുറേ പേര് ഡൗട്ട് ചോദിച്ചത്, സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ സൈറ്റ് വരും. ആ സൈറ്റ് വന്നു കഴിഞ്ഞാൽ മേൽഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ഡാഷ് കാണാം. ആ ഡാഷ് തുറന്നു കഴിഞ്ഞാൽ അതിൽ അക്കാഡമിക്സ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കീം ആൻഡ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ വരും. അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഏതാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, UG ആണെങ്കിൽ UG ഏതാ വിഷയം അതിൽ കൊടുത്തിട്ടുണ്ടാവും. UG ഹിസ്റ്ററി അല്ലെങ്കിൽ PG ഹിസ്റ്ററി, അങ്ങനെ ഏത് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടാകും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലബസ് കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് ഞാൻ എങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തതെന്ന്. ആ സമയത്ത് കശ്യപ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ഞങ്ങളുടെ സീനിയർ ആയിരുന്നു ഹിസ്റ്ററിയിൽ. അപ്പോൾ ആ സാറ് CUT എൻട്രൻസ് എക്സാമിൻ്റെയും അതേപോലെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നീ എക്സാമിന് ഹിസ്റ്ററിക്ക് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ് എനിക്ക് അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഉപകാരമായിരുന്നു. ഒരുപാട് പേര് ആ സാറിൻ്റെ ക്ലാസ് കയറിയിട്ട് എൻ്റെ ഒപ്പം ബാച്ചിൽ കയറിയവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാറിൻ്റെ കോച്ചിങ് കയറിയായിരുന്നു. കുറച്ചൊക്കെ അത് നോക്കി പഠിച്ചു, കുറച്ചൊന്നും പഠിച്ചില്ല. പിന്നെ എനിക്ക് കിട്ടുന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി എനിക്ക് തിരുവനന്തപുരം മാത്രമുള്ളൂ സെൻറ്റർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരുവനന്തപുരം ആണ് കൊടുത്തത്. ആ സമയത്ത് എറണാകുളത്തും ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു. എൻ്റെ വീട് തൃശ്ശൂരായിരുന്നു. ഞാനൊരു തിരുവനന്തപുരത്തേക്ക് ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എക്സാം വന്ന് എഴുതാൻ വേണ്ടി വന്നപ്പോഴും വരുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല, കിട്ടില്ലേ എന്നൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ എക്സാം എഴുതാൻ വന്നത് ക്യാമ്പസിൻ്റെ അകത്ത് കയറിയതും എനിക്ക് കിട്ടണം എന്നൊരു വാശിപ്പുറത്ത് ഞാൻ അന്ന് എക്സാം എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു, പിന്നെ മെമ്മോ വന്നപ്പോൾ പാക്കൊക്കെ ആക്കിയിട്ടിങ്ങ് വന്നു. എന്നിട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കന്യാകുമാരി പോകാനുള്ള പ്ലാനിലങ്ങ് വന്ന്. പക്ഷെ അന്ന് കിട്ടി. എൻ്റെ റോൾ നമ്പർ വിളിച്ചതിന് ശേഷം വേറെ ആരെയും വിളിച്ചില്ല, എനിക്ക് കിട്ടി. ഇതിന് മുന്നേ ഒരു കഥ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കന്യാകുമാരിയൊക്കെ പോയി വന്ന് പിന്നെ മൈഗ്രേഷൻ, എമിഗ്രേഷൻ ഇതൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഒരു ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും ജോയിൻ ചെയ്തു. ഇതായിരുന്നു കഥ. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് തിരക്കായിപ്പോയി, കുറച്ച് ജോലി തിരക്കായതുകൊണ്ടാണ് വീഡിയോ വരാൻ ലേറ്റ് ആയത്. അടുത്ത വീഡിയോ വേഗം ഇടാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്യണേ. ബൈ.